ഹലോ. വൈകുന്നേരം വെറുതെ വീട്ടിൽ ബോറടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് ചോദിക്കുന്നത് വൈകിട്ട് എന്താ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വൈകുന്നേരം പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, കാരണം എനിക്ക് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു നമുക്കെന്താ ഒന്ന് പുറത്ത് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ പ്ലാൻ ചെയ്ത് കോർമംഗലം നെക്സസ് മോളിൽ വന്നു. നെക്സസ് മോളിൽ വരാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ കുറച്ച് അടുത്തുള്ള മോളാണ്. അങ്ങനെ അപ്പം ഇവിടുത്തെ ന്യൂ ഇയർ ഡെക്കറേഷനൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി മാലാഖനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. ഇത് ക്രിസ്മസിനെ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം ക്രിസ്മസ് ടൈമിൽ ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കൊന്നും ചില്ലിയായിരുന്നു. അങ്ങനെ അപ്പം അത് കഴിഞ്ഞതിൻ്റെ പുറത്ത് കുറേ സ്റ്റോളൊക്കെ ഉണ്ട്. സ്റ്റോളൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ്. നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽസും സാരിയും കുറച്ച് ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ട്. ഈ പുറത്തെ സ്റ്റോളിൽ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും വാങ്ങിയില്ല, എനിക്കിത് ഓവർ പ്രൈസ് ആയിട്ടാണ് തോന്നാറ്. ഇതൊക്കെ ഞാൻ ഹാഫ് പ്രൈസിൽ ചിക്ക് പെട്ടെന്ന് വാങ്ങും. പിന്നെ നേരെ മോളിനുള്ളിൽ പോയി അത് തന്നെ ഈ വർഷത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് കാരണം ഞാനൊന്നും വാങ്ങാനൊന്നും പ്ലാൻ ചെയ്തില്ല, ഒന്ന് കറങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ഇവിടെ കുറച്ച് അടിപൊളി കേക്ക്സൊക്കെ വെച്ചേക്കുന്നുണ്ട്. നല്ല അടിപൊളി പാക്കിംഗ് ഉണ്ട്. അപ്പം ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഇതും അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ബേസിക്കലി മോളിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ പ്രൈസിലൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നേരെ വെസ്റ്റ് സൈഡിൽ കയറി. വെസ്റ്റ് സൈഡിൽ ഞങ്ങൾ നേരെ കയറിയത് ഹോം ഡെക്കോറിൻ്റെ ആ ഒരു സെക്ഷനിലോട്ടായിരുന്നു. കാരണം ഞാൻ വെസ്റ്റ് സൈഡിൽ സാധാരണ വരാറുള്ളപ്പോൾ എപ്പോഴും ക്ലോത്ത്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോവാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തായിരുന്നു ഞാൻ ഒന്നും വാങ്ങുന്നില്ല. ആസ് ഐ ടോൾ, ഞാൻ ഈ വർഷം ഇനി ഷോപ്പിംഗ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഞാൻ സ്ഥിരം ഞാൻ മിക്കവാറും വരാറുള്ള ഒരു ഷോപ്പാണ് വെസ്റ്റ് സൈഡ്. പക്ഷേ സ്റ്റിൽ ഞാൻ ഈ ഒരു സൈഡൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ദൂരെ നിന്നൊക്കെ നോക്കി കാണും എന്നുള്ളതല്ലാതെ. അപ്പം നല്ല നല്ല അടിപൊളി ഇൻറ്റീരിയർ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടു. അപ്പം ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് വീട് പണിയോ ഹോം ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നുള്ളവർക്ക് ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പ്രൈസൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു മോളിൽ എനിക്ക് കുറച്ച് റീസണബിളായിട്ട് തോന്നുന്നൊരു ഷോപ്പ് വെസ്റ്റ് സൈഡ് ആയിരിക്കും. പക്ഷേ 1500 ഒക്കെ ഉണ്ട് എല്ലാത്തിനും, 1500 പ്ലസ് റേറ്റ്സ് ഒക്കെ ഉണ്ട് എല്ലാത്തിനും. പിന്നെ നല്ല അടിപൊളി സെൻറ്റഡ് ക്യാൻഡിൽസ് ഒക്കെ കണ്ടു, നല്ല മണം ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തൊന്ന് മണത്തൊക്കെ നോക്കി. പിന്നെ എല്ലാ സാധനങ്ങളൊന്ന് ക്ലോസപ്പിൽ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൽ. അപ്പോൾ ഓരോ സാധനങ്ങളും കാണുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഇതെല്ലാം വാങ്ങിച്ച് ഒരു റൂം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവുമെന്ന്. നല്ല രസമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. വലിയ വിലയുടെ ഒന്നും വാങ്ങണ്ട, ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു. ഓൾറെഡി വാങ്ങണ്ടെന്നാണ് എൻ്റെ പ്ലാൻ അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ എനിക്കൊരു നല്ല ക്യൂട്ട് റാന്തൽ അവിടെ ഇഷ്ടമായി. പക്ഷേ അത് 1800 സംതിങ് അതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കി നടന്നപ്പോൾ അവിടെ ഒരു 1000 ബിലോയുടെ ഒരു സാധനം കണ്ടു. അതാണ് ഈ കാണുന്ന ഈ കൊട്ട. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവനെന്നോട് പറയായിരുന്നു ഇത് 3 എണ്ണത്തിനെങ്ങാണ്ട് 800 900 ഒക്കെ ഉള്ളൂ എന്നൊക്കെ പറയായിരുന്നു. നല്ല നമുക്ക് ആൾക്കാർക്ക് മറ്റേ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ കൊടുക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ പറയായിരുന്നു ഞങ്ങൾ. അങ്ങനെ പിന്നെ കുറച്ച് ക്യൂട്ട് ക്ലിപ്സൊക്കെ കണ്ടു. ഇതൊക്കെ എല്ലാവരും ഈ സ്ഥിരം വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഇതൊന്നും ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ കണ്ടതൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. നല്ല ക്യൂട്ട് ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ബേസിക്കലി ഈ ഒരു ഏരിയയിലോട്ടൊന്നും പോകാറില്ല. എപ്പോഴും ക്ലോത്ത്സിൻ്റെ സെഷനിൽ പോകും, എന്തെങ്കിലും വാങ്ങാൻ പോകുമെന്നല്ലാതെ. അപ്പം ഞാൻ പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നു. പിന്നെ ഒന്നും വാങ്ങിയില്ല, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബാക്കി ഷോപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ KFC കഴിക്കാനാണ് ആക്ച്വലി പ്ലാൻ ഇട്ടത്. പക്ഷെ അവൻ പറഞ്ഞു KFC പോകണ്ട, നമുക്ക് പോപ്പൈസിൽ പോകാമെന്ന്. ഞാൻ KFCയുടെ ആളാണ്, ഞാൻ പോപ്പൈസിലൊന്നും ഇതുവരെ പോയിട്ടില്ല. പക്ഷേ അവൻ പറഞ്ഞു KFCനേക്കാളും അടിപൊളി ചിക്കൻ പോപ്പൈസിലാന്നൊക്കെ പറഞ്ഞ് എന്നെയും കൂടെ പോപ്പൈസിൽ കൊണ്ടുപോയി. അവിടെ പോയി ഞാൻ ചുമ്മാ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയാണ്, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങളൊരു കോംബോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എന്തൊക്കെയാണ് ബർഗർ, അവിടുത്തെ സ്പെഷ്യൽ എന്തോ ഒരു ബർഗർ, ബോൾ ചിക്കൻ ബർഗർ, പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും, പിന്നെ 2 ഫാൻറ്റ, ഇതൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് KFC ആയിരുന്നു നല്ലത്, KFC ആണ് എനിക്കിഷ്ടം, KFC മതി എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ തള്ളുന്നുണ്ട്. കാരണം ഇവിടെ ഞാൻ വന്നിട്ടില്ല, എനിക്കിത് ഇവിടുത്തെ ഇവിടെ എന്താണോ ഉള്ളതെന്ന്, ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ ഒരു മുൻ വിധി കാരണം ഞാനിതിങ്ങനെ പറയുന്നുണ്ട് KFC മതി എന്നൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു നീ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യും, നിൻ്റെ വ്യൂവേഴ്സിനോട് പറയൂ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് മതി എൻ്റെ ക്യാമറയിൽ എന്നെ ഷൂട്ട് ചെയ്യണം, എനിക്ക് ഇഷ്ടമല്ല എന്നെ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയിൽ. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് നിനക്കല്ലേ യൂട്യൂബിൽ വീഡിയോ ഇടേണ്ടത്, അപ്പം നീ കഴിച്ചിട്ട് നോക്കൂ പറയുന്നൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് ജാടയൊക്കെ ഇട്ടെങ്കിലും പിന്നെ ഞാൻ കഴിച്ചിട്ടൊരു റിവ്യൂ ഒന്നുമല്ല, കഴിച്ചിട്ട് കൊള്ളാമോ ഇല്ലയോ എന്ന് ഞാൻ സീരിയസ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നല്ല ജ്യൂസി ആയിരുന്നു, ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ, അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ആ എക്സ്പ്രഷനാണ് ഞാൻ ഇവിടെ ഇട്ടത്. പിന്നെ എനിക്ക് അവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടുത്തെ ലൈറ്റും പിന്നെ അവിടെ കുറേ നല്ല അടിപൊളി ഫ്രെയിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു മെലോഡി ഒക്കെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു.
അപ്പോൾ പൊതുവേ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. എല്ലാ പോപ്പായസ് ഷോപ്പും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഇതിനു മുന്നേ പോപ്പായസിലൊന്നും പോയിട്ടില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ഗുഡ്. ഞാൻ ഒരു നല്ല 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും എനിക്ക് കഴിച്ചതിൽ. പിന്നെ ഏകദേശം വീട്ടിൽ പോകാനുള്ള സമയമായതുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബസ്സിലാണ് ഇങ്ങോട്ട് പോകുന്നത്, അപ്പോൾ തിരിച്ച് ബസ്സിൽ പോകണം, അതുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തിറങ്ങിയപ്പം ഇങ്ങനെ ഡ്രീം ക്യാച്ചേഴ്സ് വിൽക്കുന്ന ഒരു പ്ലേസ് കൊണ്ട് ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. കോർമംഗലുള്ളവർക്കൊക്കെ അറിയായിരിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഡേ. കഴിഞ്ഞു ഒരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.